ഹേ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു സ്ലീപ് ടേൽസ്. സ്പൈഡർമാൻ ബ്രാൻഡ് ന്യൂഡേ കാണാൻ പോവുകയാണോ? അങ്ങനെയാണെങ്കിൽ ഈ സിനിമ കാണുന്നതിന് മുമ്പ് പീറ്റർ പാർക്കറിന്റെ ജീവിതത്തിൽ ഇതുവരെ എന്തൊക്കെയാണ് സംഭവിച്ചതെന്ന് ഒന്ന് അറിഞ്ഞിരിക്കണം. കാരണം പീറ്റർ ഇന്ന് നിൽക്കുന്നിടത്തേക്ക് എത്തിയത് അത്ര ചെറിയൊരു യാത്രയിലൂടെയല്ല. അവഞ്ചേഴ്സിന്റെ ഭാഗമായതും, ടോണി സ്റ്റാർക്കിനെ കണ്ടുമുട്ടിയതും, താനോസിനെ നേരിട്ടതും, MJയെയും നെറ്റിനെയും കണ്ടുമുട്ടിയതും, മൾട്ടിവേഴ്സ് തുറന്നതും, ഒടുവിൽ എല്ലാവരും തന്നെ മറന്നു പോകുന്ന തരത്തിൽ ഒരു വലിയ സാക്രിഫൈസ് ചെയ്യേണ്ടി വന്നതുമെല്ലാം അവന്റെ സ്റ്റോറിയുടെ ഭാഗമാണ്. അതുകൊണ്ട് ബ്രാൻഡ് ന്യൂഡേയിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് ശരിക്കും മനസ്സിലാക്കാൻ ആദ്യം പീറ്റർ പാർക്കറിന്റെ ഇതുവരെയുള്ള ജേണി ഒന്ന് ക്വിക്ലി റീക്യാപ്പ് ചെയ്യാം. അപ്പോൾ സമയം കളയാതെ നമുക്ക് കഥ തുടങ്ങാം. കഥ തുടങ്ങുന്നത് ക്യാപ്റ്റൻ അമേരിക്ക സിവിൽ വാർ എന്ന സിനിമയിലാണ്. അവിടെയാണ് ആദ്യമായി നമ്മുടെ സ്പൈഡർമാൻ, അതായത് പീറ്റർ പാർക്കർ MCUവിലേക്ക് എത്തുന്നത്. ടോം ഹോളണ്ട് അവതരിപ്പിക്കുന്ന പീറ്റർ ശരിക്കും ഒരു ക്യൂട്ട് ഹൈസ്കൂൾ പയ്യൻ തന്നെയാണ്. പീറ്ററിന്റെ പഴയ ഒറിജിൻ സ്റ്റോറിയുടെ വിശദമായി കാണിക്കുന്നില്ല, അതൊക്കെ നമുക്ക് അറിയുന്നതല്ലേ. ഒരു റേഡിയോ ആക്റ്റീവ് സ്പൈഡർ കടിക്കുന്നു, അങ്കിൾ ബൻ മരിക്കുന്നു, പിന്നെ വലിയൊരു പാഠം നൽകുന്നുണ്ട്. വിത്ത് ഗ്രേറ്റ് പവർ കംസ് ഗ്രേറ്റ് റെസ്പോൺസിബിലിറ്റി. പീറ്റർ ഒരു സയൻസ് ജീനിയസ് കൂടി ആയതിനാൽ മറ്റൊരു സയൻസ് ജീനിയസ് ആയ ടോണി സ്റ്റാർക്ക് അഥവാ അയൺമാൻ അവനെ കണ്ടെത്തുന്നു. ക്യാപ്റ്റൻ അമേരിക്കയും അയൺമാനും തമ്മിലുള്ള വലിയ സൂപ്പർ ഹീറോ കോൺഫ്ലിക്റ്റിലേക്ക് ടോണി പീറ്ററെയും കൂട്ടിക്കൊണ്ടുപോകുന്നു. പിന്നീട് പീറ്ററിന് സ്വന്തമായി ഒരു സിനിമ കിട്ടുന്നു, സ്പൈഡർമാൻ ഹോം കമ്മിങ്. സിവിൽ വാർ കഴിഞ്ഞതോടെ പീറ്ററിന്റെ ഏറ്റവും വലിയ ആഗ്രഹം ഒരു അവഞ്ചർ ആകണമെന്നതാണ്. പക്ഷേ ടോണി സ്റ്റാർക്ക് അവനോട് പറയുന്നത് ഇപ്പോഴൊന്നും നീ അതിന് റെഡിയല്ല, നീ ഒരു കുട്ടിയാണെന്നതാണ്. അതുകൊണ്ട് പീറ്റർ തൽക്കാലം വലിയ സൂപ്പർ ഹീറോ കാര്യങ്ങളൊന്നും നോക്കാതെ ന്യൂയോർക്കിലെ ക്വീൻസ് പ്രദേശത്ത് സാധാരണ ആളുകളെ സഹായിച്ചുകൊണ്ട് ഒരു ഫ്രണ്ട്ലി നൈബർഹുഡ് സ്പൈഡർമാനായി തുടരുന്നു. പക്ഷേ ഒരു രാത്രി കുറച്ച് ആളുകൾ വളരെ അപകടകരമായ ഏലിയൻ ടെക്നോളജി ഉപയോഗിച്ച് ഒരു റോബറി നടത്തുന്നത് അവൻ കാണുന്നു. പീറ്റർ ഉടനെ ഇടപെട്ട് ആ റോബറി തടയാൻ ശ്രമിക്കുന്നു. ആ ആയുധങ്ങൾ അവർക്ക് കിട്ടിയത് ഒരു പ്രത്യേക ആളിൽ നിന്നാണ്. അഡ്വാൻസ്ഡ് വെപ്പണറി ശേഖരിച്ച് ബ്ലാക്ക് മാർക്കറ്റിൽ വിൽക്കുന്നവരാ വൾച്ചർ. പക്ഷേ വൾച്ചർ ഒരു സാധാരണ ഹാർഡ് കോർ വില്ലനല്ല. കുടുംബത്തെ നോക്കാൻ വേണ്ടി പണം കണ്ടെത്താൻ ശ്രമിക്കുന്ന ഒരു സാധാരണ ബ്ലൂ കോളർ വർക്കർ പോലെയാണ് അവന്റെ ജീവിതം. ഇതെല്ലാം കേട്ട പീറ്റർ തന്റെ പോയിന്റ്മാനായ ഹാപ്പി ഹോഗിനെ വിളിക്കുന്നു. ടോണി സ്റ്റാർക്കിന്റെ പഴയ ഡ്രൈവറും അടുത്ത സുഹൃത്തുമാണ് ഹാപ്പി. പീറ്റർ പറയുന്ന കാര്യങ്ങൾ കേട്ട ഹാപ്പി ഉടൻ തന്നെ മുന്നറിയിപ്പ് നൽകുന്നു. ഇത് വളരെ അപകടകരമാണ്, അതുകൊണ്ട് പീറ്റർ ഇതിൽ കൂടുതൽ ഇടപെടേണ്ടതില്ലെന്ന്. പക്ഷേ പീറ്റർ അത്ര എളുപ്പത്തിൽ വിട്ടുകൊടുക്കുന്ന ഒരാളല്ല. അങ്ങനെ പീറ്ററിന്റെ ജീവിതം വീണ്ടും സാധാരണ രീതിയിലേക്ക് പോകുന്നു. അവന് ഏറ്റവും അടുത്ത സുഹൃത്തായ നെഡുണ്ട് കൂടെ. അധികം വൈകാതെ നെഡ് ഒരു വലിയ രഹസ്യം കണ്ടെത്തുന്നു. പീറ്റർ തന്നെയാണ് സ്പൈഡർമാൻ. അതിനുശേഷം നെഡും പീറ്ററും ചേർന്ന് ഒരു ചെറിയ ടീം സ്പൈഡറായി മാറുന്നു. പിന്നീട് സ്കൂളിന്റെ ഭാഗമായി അവർ വാഷിംഗ്ടൺ DC ഒരു ഫീൽഡ് ട്രിപ്പ് പോകുന്നു. അവിടെ പീറ്ററിന് വീണ്ടും സൂപ്പർ ഹീറോ ആയി ഇടപെടേണ്ടി വരുന്നു. തന്റെ ക്ലാസ്മേറ്റ്സിനെ, പ്രത്യേകിച്ച് തനിക്ക് ക്രഷുള്ള ലിസ് ഉൾപ്പെടെയുള്ള കുട്ടികളെ രക്ഷിക്കാൻ അവൻ വാഷിംഗ്ടൺ സ്മാരകത്തിന്റെ മുകളിലേക്ക് കയറുന്നു. പക്ഷേ ന്യൂയോർക്കിൽ തിരിച്ചെത്തിയ ശേഷം കാര്യങ്ങൾ കൂടുതൽ അപകടകരമാകുന്നു. ഒരു വലിയ ആംസ്റ്റീൽ തടയാൻ പീറ്റർ സ്റ്റാറ്റൻ ഐലൻഡ് ഫെറിയിൽ എത്തുന്നു. അവിടെ വൾച്ചറും കൂട്ടരും അഡ്വാൻസ്ഡ് ഏലിയൻ വെപ്പൺസ് ഉപയോഗിച്ച് എത്തുന്നു. പീറ്റർ അവരെ തടയാൻ ശ്രമിക്കുന്നതിനിടയിൽ വൾച്ചർ ഒരു വലിയ ഏലിയൻ ഗൺ ഉപയോഗിക്കുന്നു. പിന്നെ സംഭവിക്കുന്നത് വളരെ വലുതാണ്. ഫെറി തന്നെ രണ്ടായി പിളർന്ന് തകരാൻ തുടങ്ങി. പീറ്റർ തന്റെ മുഴുവൻ ശക്തിയും ഉപയോഗിച്ച് കപ്പൽ പിടിച്ചു നിർത്താൻ ശ്രമിക്കുന്നു. പക്ഷേ ഇത്തവണ അവന് അതൊറ്റയ്ക്ക് ചെയ്യാൻ കഴിയുന്നില്ല. അപ്പോഴാണ് അയൺമാൻ എത്തുന്നത്. ടോണി സ്റ്റാർക്ക് എത്തി സ്ഥിതിഗതികൾ നിയന്ത്രിക്കുന്നു. പീറ്ററിനെ രക്ഷിക്കുകയും ഫെറിയിൽ ഉണ്ടായിരുന്ന ആളുകളെ സുരക്ഷിതരാക്കുകയും ചെയ്യുന്നു. പക്ഷേ ടോണി ഇത്തവണ ശരിക്കും ദേഷ്യത്തിലാണ്. താൻ നേരത്തെ പറഞ്ഞതല്ലേ ഇത്തരം അപകടകരമായ കാര്യങ്ങളിൽ ഇടപെടരുതെന്ന്. പീറ്റർ അത് കേട്ടില്ല. അതുകൊണ്ട് ടോണി അവന്റെ ഫാൻസി സ്പൈഡർമാൻ സ്യൂട്ട് തിരികെടുക്കുന്നു. ഇനി പീറ്ററിന് തന്റെ സാധാരണ ജീവിതത്തിലേക്ക് തന്നെ മടങ്ങേണ്ടി വരും. അതേസമയം അവന്റെ മനസ്സിൽ മറ്റൊരു കാര്യവും നടക്കുന്നുണ്ട്. പീറ്ററിന് തന്റെ ക്രഷായ ലിസിയെ ഇഷ്ടമാണ്. അതുകൊണ്ട് അവൻ അവളെ ഹോം കമ്മിങ് ഡാൻസിന് ക്ഷണിക്കാൻ തീരുമാനിക്കുന്നു. പക്ഷേ പീറ്റർ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു സത്യം ഉടൻ തന്നെ അവനെ ഞെട്ടിക്കും. അതായത് ലിസിന്റെ അച്ഛൻ തന്നെയാണ് വൾച്ചർ. അത് മനസ്സിലായതോടെ പീറ്ററിന് കാര്യങ്ങൾ കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആകുന്നു. അതേസമയം വൾച്ചർ തന്റെ അവസാനത്തെ വലിയ ജോബ് ചെയ്യാൻ തയ്യാറെടുക്കുകയാണ്. അവഞ്ചേഴ്സ് ടവറിൽ നിന്ന് വലിയ തോതിലുള്ള അഡ്വാൻസ്ഡ് ടെക്നോളജി മറ്റൊരിടത്തേക്ക് മാറ്റുന്ന സമയമാണത്. ടോണി തന്റെ ഫാൻസി സ്പൈഡർമാൻ സൂട്ട് എടുത്തുകൊണ്ട് പോയതിനാൽ പീറ്ററിന്റെ കയ്യിൽ ഇനി പഴയ ഹോംമേഡ് സൂട്ട് മാത്രമാണുള്ളത്. എങ്കിലും പീറ്റർ പിന്മാറുന്നില്ല. അവൻ ആ പഴയ സ്വെറ്റ് ഷർട്ട് പോലെയുള്ള ഹോംമേഡ് ഔട്ട്ഫിറ്റ് ധരിച്ച് വൾച്ചറിനെ തടയാൻ പോകുന്നു. അവിടെ ഇരുവരും തമ്മിൽ വലിയൊരു ഫൈറ്റ് നടക്കുന്നു. പോരാട്ടത്തിനിടെ കാര്യങ്ങൾ നിയന്ത്രണം വിട്ട് അവർ സഞ്ചരിക്കുന്ന പ്ലെയിൻ തന്നെ അപകടത്തിൽപ്പെടുന്നു. അവസാനം പ്ലെയിൻ തകർന്നു വീണു. വൾച്ചർ രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടെ അവന്റെ വിംഗ് സൂട്ടിന് മൽഫങ്ഷൻ സംഭവിക്കുന്നു. അവൻ നേരെ തീയുടെ ഭാഗത്തേക്കാണ് വീഴാൻ തുടങ്ങുന്നത്. പീറ്ററിന് അവനോട് ദേഷ്യമുണ്ടെങ്കിലും അവനെ മരിക്കാൻ വിടാൻ അവന് കഴിയുന്നില്ല. അവൻ ഉടൻ തന്നെ അവന്റെ പിന്നാലെ ചെന്ന് വൾച്ചറിനെ രക്ഷിക്കുന്നു. അങ്ങനെ വൾച്ചർ ജീവനോടെ രക്ഷപ്പെട്ടു. പിന്നീട് വരുന്ന പോസ്റ്റ് ക്രെഡിറ്റ് സീനിൽ മറ്റൊരു വില്ലന്റെ സൂചനയും ലഭിക്കുന്നു. സ്കോർപിയനായി മാറാൻ സാധ്യതയുള്ള ഒരാളെയാണ് അവിടെ ടീസ് ചെയ്യുന്നത്. ഇനി വർഷങ്ങൾക്ക് ശേഷം ഈ കഥാപാത്രം വീണ്ടും വരുമോ എന്ന ചോദ്യം അവിടെ ബാക്കിയാണ്. സമയം ടോണി സ്റ്റാർക്കിന് ഒടുവിൽ പീറ്ററിനെ കുറിച്ചൊരു തീരുമാനമുണ്ടാകുന്നു. പീറ്റർ തന്റെ കഴിവ് തെളിച്ചതായി ടോണി അംഗീകരിക്കുന്നു. അവൻ പീറ്ററിനോട് പറയുന്നു ഇനി അവനൊരു അവഞ്ചറാകാം. പക്ഷേ അത്ഭുതകരമായി പീറ്റർ ആ അവസരം സ്വീകരിക്കുന്നില്ല. ടോണി പറഞ്ഞത് ശരിയാണെന്ന് അവന് തന്നെ തോന്നുന്നു. വലിയ അവഞ്ചേഴ്സ് ടീമിന്റെ ഭാഗമാകാൻ താൻ ഇപ്പോഴും തയ്യാറായിട്ടില്ലെന്ന് പീറ്ററിന് മനസ്സിലാകുന്നു. അവൻ ആദ്യം ഹൈസ്കൂൾ പൂർത്തിയാക്കട്ടെ. പക്ഷേ പീറ്റർ അറിയാത്തൊരു കാര്യമുണ്ട്. ഹൈസ്കൂൾ ജീവിതം തീരുന്നതുവരെ കാത്തിരിക്കാൻ അവൻ അവസരം പോലും ലഭിക്കില്ല. കാരണം ഉടൻ തന്നെ അവൻ നേരിട്ട് അവഞ്ചേഴ്സിന്റെ ഏറ്റവും വലിയ യുദ്ധത്തിലേക്ക് വലിച്ചേക്കപ്പെടുകയാണ്. അങ്ങനെ കഥ എത്തുന്നത് അവഞ്ചേഴ്സ് ഇൻഫിനിറ്റി വാറിലേക്കാണ്. അവഞ്ചേഴ്സ് ഇൻഫിനിറ്റി വാർ തുടങ്ങുമ്പോൾ തന്നെ കാര്യങ്ങൾ വളരെ വേഗത്തിൽ മാറുന്നു. ന്യൂയോർക്കിലേക്ക് താനോസ് വന്നെത്തിയപ്പോൾ അവന്റെ സ്പേസ്ഷിപ്പ് അവിടെ പ്രത്യക്ഷപ്പെടുന്നു. അവിടെ അടുത്തു തന്നെ ഉണ്ടായിരുന്ന പീറ്റർ ഉടൻ തന്നെ കാര്യങ്ങൾ മനസ്സിലാക്കി സ്പൈഡർമാനായി ആക്ഷനിലേക്ക് ഇറങ്ങുന്നു. പോരാട്ടത്തിനിടെ അവൻ താനോസിന്റെ സ്പേസ്ഷിപ്പിലേക്ക് എത്തിപ്പെടുന്നു. പക്ഷേ വലിയൊരു പ്രശ്നമുണ്ട്. അത് ബഹിരാകാശത്താണ്. അവിടെ പീറ്ററിന് ശ്വസിക്കാൻ കഴിയില്ല. അപ്പോഴാണ് ടോണി സ്റ്റാർക്ക് അവനെ രക്ഷിക്കാൻ എത്തുന്നത്. മാത്രമല്ല പീറ്ററിന് ഒരു പുതിയ സ്യൂട്ട് കൂടി നൽകുന്നു, അയൺ സ്പൈഡർ സ്യൂട്ട്. ഈ പുതിയ സ്യൂട്ട് ഉപയോഗിച്ച് പീറ്റർ വീണ്ടും പോരാട്ടത്തിൽ ചേരുന്നു. പക്ഷെ അവസാനം അവഞ്ചേഴ്സിന് താനോസിനെ തടയാൻ കഴിയുന്നില്ല. താനോസ് ഒടുവിൽ ഇൻഫിനിറ്റി സ്റ്റോൺസ് ഉപയോഗിച്ച് വിരലൊടിക്കുന്നു. അത് സംഭവിച്ചതോടെ ലോകത്തിലെ പകുതി ജീവജാലങ്ങളും അപ്രത്യക്ഷരാകുന്നു. അവരിൽ ഒരാൾ പീറ്റർ പാർക്കറുമാണ്. പീറ്റർ പതിയെ ശരീരത്തിൽ നിന്ന് പൊടിയായി മാറി തുടങ്ങുന്നു. അവൻ ടോണിയുടെ അടുത്തേക്ക് നോക്കി തന്റെ ശരീരത്തിൽ എന്തോ ശരിയല്ലെന്ന് പറയുമ്പോൾ ടോണിക്ക് എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാകുന്നു.
അവസാനം പീറ്റർ അവന്റെ മുന്നിൽ വെച്ച് തന്നെ അപ്രത്യക്ഷനാകുന്നു. ടോണി അവിടെ നിൽക്കുന്നത് പൂർണ്ണമായും തകർന്ന അവസ്ഥയിലാണ്. പക്ഷേ കഥ അവിടെ അവസാനിക്കുന്നില്ല. അവഞ്ചേഴ്സ് എൻഡ് ഗെയിമിൽ ബാക്കിയുള്ള അവഞ്ചേഴ്സ് താനോസിനെ തോൽപ്പിച്ച് അവൻ ഇല്ലാതാക്കിയ എല്ലാവരെയും തിരികെ കൊണ്ടുവരാനുള്ള വഴി കണ്ടെത്തുന്നു. അങ്ങനെ പീറ്ററും തിരികെ വരുന്നു. അവൻ വീണ്ടും അവഞ്ചേഴ്സിനൊപ്പം ഫൈനൽ ബാറ്റിൽ ചേരുന്നു. ഈ പോരാട്ടത്തിനിടെ അവൻ തന്റെ സ്യൂട്ടിന്റെ ഇൻസ്റ്റന്റ് കിൽ മോഡ് പോലും ഉപയോഗിക്കുന്നു. പക്ഷേ യുദ്ധത്തിന്റെ അവസാനം വലിയൊരു സാക്രിഫൈസ് ആവശ്യമായി വരുന്നു. താനോസിനെ തോൽപ്പിക്കാനും യൂണിവേഴ്സിനെ രക്ഷിക്കാനും ടോണി സ്റ്റാർക്ക് തന്റെ ജീവൻ തന്നെ നൽകുന്നു. പീറ്റർ രക്ഷപ്പെട്ടെങ്കിലും അവനെ രക്ഷിച്ച മനുഷ്യനിനി അവന്റെ കൂടെയില്ല. അങ്ങനെ ടോണിയുടെ മരണത്തിന്റെ ഭാരവുമായി പീറ്ററിന്റെ കഥ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുന്നു. അതായത് സ്പൈഡർമാൻ ഫാർ ഫ്രം ഹോം. ടോണി സ്റ്റാർക്കിന്റെ മരണം പീറ്ററിനെ വല്ലാതെ ബാധിച്ചിട്ടുണ്ട്. അതേസമയം ലോകം ഇപ്പോൾ അവനിൽ നിന്ന് വലിയ പ്രതീക്ഷകളാണ് വെച്ചിരിക്കുന്നത്. അടുത്ത വലിയ അവഞ്ചറായി പീറ്റർ മാറുമെന്നാണ് എല്ലാവരും കരുതുന്നത്. പക്ഷേ പീറ്ററിന് അതൊന്നും വേണ്ട. അവന് കുറച്ചു കാലത്തേക്കൊരു സാധാരണ ടീനേജറായി ജീവിച്ചാൽ മാത്രം മതി. അതിനിടയിലാണ് സ്കൂളിന്റെ യൂറോപ്യൻ ഫീൽഡ് ട്രിപ്പ് വരുന്നത്. പീറ്ററിന് ഈ യാത്ര വളരെ ഇഷ്ടമാണ്. കാരണം അവന് തന്റെ പുതിയ ക്രഷായ MJയോട് തന്റെ ഫീലിംഗ്സ് തുറന്നു പറയണമെന്നുണ്ട്. പക്ഷേ അവരുടെ യാത്ര അധികനാൾ നോർമലായി തുടരുന്നില്ല. വെനീസിൽ വെച്ചൊരു വലിയ വാട്ടർ മോൺസ്റ്റർ പ്രത്യക്ഷപ്പെടുന്നു. ആളുകൾ പരിഭ്രാന്തരാകുമ്പോൾ പീറ്റർ ഉടൻ തന്നെ സ്പൈഡർമാനായി മാറി അതിനെ നേരിടുന്നു. പക്ഷേ അവിടെ മറ്റൊരാൾ കൂടി എത്തുന്നു, പുതിയൊരു സൂപ്പർ ഹീറോ. അവന്റെ പേര് മിസ്റ്റീരിയോ. മിസ്റ്റീരിയോ പീറ്ററിനോട് പറയുന്നത് ഞെട്ടിക്കുന്ന ഒരു കഥയാണ്. അവൻ കെന്റിൻ ബെക്കാണ്. മറ്റൊരു പാരലൽ എർത്തിൽ നിന്നാണ് അവൻ വന്നതെന്നും അവന്റെ ലോകം എലമെന്റൽസ് എന്ന ശക്തരായ ജീവികൾ നശിപ്പിച്ചുവെന്നും അവൻ പറയുന്നു. ഇപ്പോൾ അതേ എലമെന്റൽസ് ഈ ലോകത്തെയും നശിപ്പിക്കാൻ വരികയാണെന്നും അതിനെ തടയാനാണ് താൻ ഇവിടെ എത്തിയതെന്നും മിസ്റ്റീരിയോ പീറ്ററിനോട് പറയുന്നു. പീറ്റർ അവനുമായി സംസാരിക്കുമ്പോൾ തന്റെ മനസ്സിലുള്ള കാര്യം തുറന്നു പറഞ്ഞു. തനിക്ക് ഇത്രയും വലിയ റെസ്പോൺസിബിലിറ്റി ഇപ്പോൾ വേണ്ട. തനിക്ക് ഇപ്പോഴും ഒരു ടീനേജറായി ജീവിക്കാനാണ് ആഗ്രഹം. പക്ഷേ ടോണി സ്റ്റാർ പീറ്ററിന് മറ്റൊരു വലിയ ഉത്തരവാദിത്തം കൂടി നൽകിയാണ് പോയത്. ടോണി തന്റെ EDITH ക്ലാസ്സസ് പീറ്ററിന് വിട്ടിരുന്നു. അത് സാധാരണ കണ്ണടയല്ല. അതിലൂടെ ടോണിയുടെ വലിയൊരു സ്റ്റാർ ടെക്നോളജി നെറ്റ്വർക്കിലേക്ക് ആക്സസ് ലഭിക്കും. വെപ്പൺ സിസ്റ്റംസ്, സാറ്റലൈറ്റ്സ്, ഡ്രോൺസ്, വളരെയധികം അഡ്വാൻസ്ഡ് ടെക്നോളജി പീറ്ററിന്റെ കൈകളിലാണുള്ളത്. പക്ഷേ അത്ര വലിയ പവർ കൈകാര്യം ചെയ്യാൻ പീറ്റർ തയ്യാറല്ല. ഒരു ഘട്ടത്തിൽ അവൻ തെറ്റായി തന്റെ സ്കൂൾ ബസ് പോലും ഡ്രോൺ സ്റ്റാക്ക് ചെയ്യാൻ പോകുന്നു. അപ്പോൾ പീറ്റർ തീരുമാനിക്കുന്നു തനിക്ക് ടോണി സ്റ്റാർക്കിന്റെ സ്ഥാനം ഏറ്റെടുക്കാൻ ഇപ്പോൾ കഴിയില്ല. പക്ഷേ മിസ്റ്റീരിയോ ഇത്രയും കഴിവുള്ള ഒരു സൂപ്പർ ഹീറോ ആണെങ്കിൽ ഈ റെസ്പോൺസിബിലിറ്റി അവന് നൽകാം. അങ്ങനെ പീറ്റർ EDITH ക്ലാസ്സസ് മിസ്റ്റീരിയോക്ക് കൈമാറുന്നു. പീറ്ററിന്റെ ചുമലിലുണ്ടായിരുന്ന വലിയൊരു ഭാരമെങ്കിലും ഒടുവിൽ ഇറങ്ങിയതുപോലെ തോന്നുന്നു. പക്ഷേ ഇതുവരെ നമ്മൾ കണ്ടതെല്ലാം ഒരു വലിയ കള്ളക്കളിയായിരുന്നു. പീറ്റർ മിസ്റ്റീരിയോക്ക് EDITH ക്ലാസ്സസ് കൊടുത്തതോടെ തനിക്കുണ്ടായിരുന്ന വലിയ ഉത്തരവാദിത്തം ഒഴിഞ്ഞുവെന്ന് കരുതുന്നു. പക്ഷേ പെട്ടെന്നൊരു കാര്യം വെളിപ്പെടുന്നു. അവിടെ നടന്നതെല്ലാം ഒരു വലിയ ഹോളോഗ്രാം ആയിരുന്നു. മിസ്റ്റീരിയോ യഥാർത്ഥത്തിൽ ഒരു സൂപ്പർ ഹീറോ അല്ല. അവന്റെ യഥാർത്ഥ പേര് ക്വെന്റിൻ ബെക്ക്. ടോണി സ്റ്റാർക്കിനൊപ്പം മുമ്പ് ജോലി ചെയ്തിരുന്ന ഒരാളാണ് അവൻ. അഡ്വാൻസ്ഡ് ഹോളോഗ്രാഫിക് ടെക്നോളജി വികസിപ്പിച്ചിരുന്നെങ്കിലും ടോണിക്ക് അത് ഇഷ്ടപ്പെട്ടിട്ടില്ല. അവസാനം കെന്റിനെ ജോലിയിൽ നിന്ന് പുറത്താക്കി. അതിനുശേഷം കെന്റിനും കുറച്ച് മുൻ സ്റ്റാർക്ക് എംപ്ലോയീസും ചേർന്ന് ഒരു വലിയ പദ്ധതി തയ്യാറാക്കി. അവരുടെ ഹോളോഗ്രാം ടെക്നോളജി ഉപയോഗിച്ച് ഒരു പുതിയ സൂപ്പർ ഹീറോ ആയി മിസ്റ്റീരിയോയെ സൃഷ്ടിച്ചു. ലോകം മുഴുവൻ തങ്ങളെ രക്ഷിക്കുന്ന ഒരു വലിയ സൂപ്പർ ഹീറോ ഉണ്ടെന്ന് വിശ്വസിപ്പിക്കുകയായിരുന്നു അവരുടെ ലക്ഷ്യം. പക്ഷേ ഒരു കാര്യം ഫേക്ക് അല്ല. അവർ ഉപയോഗിച്ചിരുന്ന വെപ്പണൈസ്ഡ് ഡ്രോൺസ് യഥാർത്ഥമായിരുന്നു. അതുകൊണ്ട് അവർ സൃഷ്ടിച്ച ഇലൂഷൻസ് മൂലം ഉണ്ടാക്കുന്ന ഡിസ്ട്രക്ഷൻ യഥാർത്ഥത്തിൽ ആളുകൾക്ക് അപകടമുണ്ടാക്കുന്നുണ്ട്. അതേസമയം പീറ്റർ വീണ്ടും MJയോടൊപ്പം സമയം ചെലവഴിക്കുകയാണ്. അവളോട് തന്റെ ഫീലിംഗ്സ് തുറന്നു പറയാൻ പീറ്റർ തയ്യാറെടുക്കുന്നു. പക്ഷേ പീറ്റർ പറയാൻ പോകുന്നത് മറ്റൊന്നാണെന്ന് MJ കരുതുന്നു. അവൻ സ്പൈഡർമാൻ ആണെന്ന് പറയാനാണ് പോകുന്നതെന്ന് അവൾ വിചാരിക്കുന്നു. കാരണം MJ ഇതിനകം തന്നെ പീറ്റർ തന്നെയാണ് സ്പൈഡർമാൻ എന്ന് മനസ്സിലാക്കിയിരുന്നു. അതിനിടെ അവൾ ഒരു ഡാമേജ്ഡ് ഡ്രോണിന്റെ ചെറിയൊരു ഭാഗം എടുത്തു വെച്ചിരുന്നു. അത് ആക്ടിവേറ്റ് ചെയ്തപ്പോൾ പീറ്ററിന് സത്യം മനസ്സിലാകുന്നു. മിസ്റ്റീരിയോ തന്നെ പറ്റിക്കുകയായിരുന്നു. പീറ്റർ ഉടൻ തന്നെ നിക് ഫ്യൂറിക്ക് മുന്നറിയിപ്പ് നൽകാൻ ശ്രമിക്കുന്നു. പക്ഷേ അതിനു മുമ്പ് മിസ്റ്റീരിയോ അവിടെ എത്തുന്നു. ഇനി പ്രശ്നം കൂടുതൽ വലുതാണ്. മിസ്റ്റീരിയോയുടെ ഇലൂഷൻസ് കാരണം എന്താണ് യഥാർത്ഥമെന്നും എന്താണ് ഫേക്ക് എന്നും തിരിച്ചറിയാൻ പോലും പീറ്ററിന് കഴിയുന്നില്ല. അപ്പോഴാണ് അവന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സ്പൈഡർമാൻ പവർ അവനെ സഹായിക്കുന്നത്. സ്പൈഡർ സെൻസ്. അപകടം വരുന്നതിന് മുമ്പ് അത് തിരിച്ചറിയാൻ പീറ്ററിന് കഴിയുന്ന പ്രത്യേക കഴിവാണത്. അതുകൊണ്ട് തന്നെയാണ് ആൻമേ തമാശയായി പീറ്റർ ടിങ്കിൾ എന്ന് വിളിക്കുന്നത്. ഇപ്പോൾ പീറ്റർ തന്റെ കണ്ണുകൾ അടയ്ക്കുന്നു. ചുറ്റും നടക്കുന്ന ഇലൂഷൻസ് ഒന്നും നോക്കാതെ തന്റെ സ്പൈഡർ സെൻസ് മാത്രം വിശ്വസിക്കുന്നു. അങ്ങനെ അവന് മിസ്റ്റീരിയോയുടെ ഇലൂഷൻസിന്റെ പിന്നിലെ യാഥാർത്ഥ്യം തിരിച്ചറിയാൻ കഴിയുന്നു. മിസ്റ്റീരിയോ ഉപയോഗിച്ച ഡ്രോൺസ് തന്നെ അവനെ ആക്രമിക്കുന്നു. ഒടുവിൽ പീറ്റർ വിജയിച്ചതുപോലെ തോന്നുന്നു. പക്ഷേ ഇതും മറ്റൊരു ഫേക്ക് ഔട്ട് ആണോ? പീറ്റർക്ക് ഒടുവിൽ മിസ്റ്റീരിയോയുടെ ഇലൂഷൻസ് തിരിച്ചറിയാൻ കഴിയുന്നു. ഇത്തവണ അവൻ കാണുന്നതിനെ വിശ്വസിക്കാതെ തന്റെ സ്പൈഡർ സെൻസിനെ മാത്രം ആശ്രയിച്ചിരിക്കുകയാണ്. കെന്റിൻ ബെക്കിന് യഥാർത്ഥത്തിൽ തന്നെ പരിക്കേറ്റതായി തോന്നുന്നു. ഒടുവിൽ അവൻ മരിച്ചതായാണ് കാണുന്നത്. പിന്നീട് അവനും MJയും കൂടി സമയം സ്പെൻഡ് ചെയ്യുന്നതാണ് കാണുന്നത്. പീറ്ററിന് എല്ലാം ശരിയായതുപോലെ തോന്നുന്നു. അവൻ തന്റെ ജീവിതത്തിൽ ആദ്യമായി കുറച്ചെങ്കിലും സന്തോഷം അനുഭവിക്കുകയാണ്. പക്ഷേ ആ സന്തോഷം അധിക നേരം നീണ്ടു നിൽക്കുന്നില്ല. പെട്ടെന്നൊരു ബ്രേക്കിംഗ് ന്യൂസ് വരുന്നു. അവിടെ വീണ്ടും ഒരാളെ കാണാം. ജെ ജോന ജെയിംസൺ. അവൻ വീണ്ടും തിരിച്ചെത്തിയിരിക്കുന്നു. ഡെയിലി ബ്യൂഗിൾ പുറത്തുവിട്ട ഒരു വാർത്തയിൽ മിസ്റ്റീരിയോയുടെ ആളുകൾ ഒരു റെക്കോർഡിംഗ് ലോകത്തിന് മുന്നിൽ എത്തിക്കുന്നു. പക്ഷേ ആ റെക്കോർഡിംഗ് എഡിറ്റ് ചെയ്ത് മാറ്റിയതാണ്. അത് കേൾക്കുമ്പോൾ ലോകം മുഴുവൻ വിശ്വസിക്കുന്നത് പീറ്ററാണ് ആക്രമണത്തിന് പിന്നിലെ വില്ലൻ എന്നതാണ്. അതിലും വലിയ പ്രശ്നം ഇനി വരാനുണ്ട്. മിസ്റ്റീരിയോയുടെ ടീം പീറ്ററിന്റെ ഏറ്റവും വലിയ രഹസ്യവും ലോകത്തോട് വെളിപ്പെടുത്തുന്നു. സ്പൈഡർമാൻ ആരാണെന്ന് എല്ലാവരും അറിയുന്നു. അത് മറ്റാരുമല്ല, പീറ്റർ പാർക്കർ. അങ്ങനെ പീറ്ററിന്റെ സീക്രട്ട് ഐഡന്റിറ്റി ലോകത്തിന് മുന്നിൽ തുറന്നു കാട്ടപ്പെടുന്നു. ഇതോടെ അവന്റെ സാധാരണ ജീവിതം പൂർണ്ണമായും തകിടമറിയുന്നു. അടുത്തതായി കഥ എത്തുന്നത് സ്പൈഡർമാൻ നോ വേ ഹോം എന്ന സിനിമയിലേക്കാണ്.
മിസ്റ്റീരിയോ പീറ്ററിന്റെ സീക്രട്ട് ഐഡന്റിറ്റി ലോകത്തോട് വെളിപ്പെടുത്തിയതോടെ പീറ്ററിന്റെ ജീവിതം പൂർണ്ണമായും മാറുന്നു. ഇനി അവന് എവിടെ പോയാലും ആളുകൾ അവനെ തിരിച്ചറിയും. അതിനൊപ്പം തന്നെ നിയമപ്രശ്നങ്ങളും തുടങ്ങുന്നു. ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഡാമേജ് കൺട്രോൾ പീറ്ററിനെതിരെ നടപടിയെടുക്കുന്നു. ഈ പ്രശ്നത്തിൽ നിന്ന് രക്ഷപ്പെടാൻ പീറ്റർ ഒരു നല്ല ലോയറിനെ സമീപിക്കുന്നു. അപ്പോഴാണ് വലിയൊരു സർപ്രൈസ്. ആ ലോയർ മറ്റാരുമല്ല, മാറ്റ് മർഡോക്ക്, അതായത് ഡയർ ഡെവിൾ. പക്ഷേ പ്രശ്നം പീറ്ററിന് മാത്രമല്ല. നെഡും എംജെയും പീറ്ററിന്റെ സുഹൃത്തുക്കളായതിന്റെ പേരിൽ MIT-യിൽ അഡ്മിഷൻ പോലും നഷ്ടപ്പെടുന്നു. അവരെ സഹായിക്കണമെന്ന് പീറ്റർ തീരുമാനിക്കുന്നു. അതിനായി അവൻ തന്റെ അവഞ്ചർ സുഹൃത്തായ ഡോക്ടർ സ്ട്രേഞ്ചിനെ കാണാൻ പോകുന്നു. പീറ്റർ അവനോട് ഒരു സഹായം ചോദിക്കുന്നു. ലോകം മുഴുവൻ താൻ പീറ്റർ പാർക്കർ ആണെന്ന കാര്യം മറക്കാൻ കഴിയുന്ന ഒരു മാജിക് സ്പെൽ ചെയ്യണം. ഡോക്ടർ സ്ട്രേഞ്ച് ആദ്യം സമ്മതിക്കുന്നു. പക്ഷേ സ്പെൽ തുടങ്ങുന്നതിന് മുമ്പ് പീറ്റർ തന്റെ ഫ്രണ്ട്സിനെ കുറിച്ച് എക്സെപ്ഷൻസ് ചേർക്കാൻ ശ്രമിക്കുന്നു. നെഡും എംജെയും പോലുള്ള നേരത്തെ തന്നെ പീറ്റർ സ്പൈഡർമാൻ ആണെന്ന് അറിയുന്നവർ അത് മറക്കരുതെന്നാണ് അവന്റെ ആഗ്രഹം. പക്ഷേ ഇതോടെ സ്പെൽ അൺസ്റ്റേബിൾ ആകുന്നു. പെട്ടെന്ന് എല്ലാം നിയന്ത്രണം വിട്ടു പോകുന്നു. അത് വെറും മെമ്മറി മാറ്റുന്ന സ്പെല്ലായി നിൽക്കുന്നില്ല. പീറ്റർ പാർക്കർ തന്നെയാണ് സ്പൈഡർമാൻ എന്നറിയുന്ന മറ്റു യൂണിവേഴ്സിലുള്ള ആളുകളെയും ഈ ലോകത്തേക്ക് കൊണ്ടുവരാൻ തുടങ്ങുന്നു. അങ്ങനെ പഴയ സ്പൈഡർമാൻ സിനിമകളിലെ വില്ലൻസ് പോലും ഈ യൂണിവേഴ്സിലേക്ക് എത്തുന്നു. ഡോക്ടർ സ്ട്രേഞ്ച് ഉടൻ തന്നെ സ്പെൽ പൂർത്തിയാക്കി ഇവരെ ഓരോരുത്തരെയും അവരുടെ സ്വന്തം യൂണിവേഴ്സിലേക്ക് തിരിച്ചയക്കാൻ തീരുമാനിക്കുന്നു. പക്ഷേ പീറ്ററും സ്ട്രേഞ്ചും അവരോട് സംസാരിച്ചപ്പോൾ ഒരു ഞെട്ടിക്കുന്ന കാര്യം മനസ്സിലാക്കുന്നു. ഈ വില്ലൻസ് ഓരോരുത്തരും അവരുടെ സ്വന്തം സ്പൈഡർമാനോട് പോരാടുന്നതിന് തൊട്ടു മുമ്പുള്ള സമയത്താണ് ഇവിടെ എത്തപ്പെട്ടത്. അതായത് അവരിൽ ചിലർ സ്വന്തം യൂണിവേഴ്സിൽ മരിക്കാൻ പോകുന്ന സമയത്ത് നിന്നാണ് ഇവിടെ വന്നിരിക്കുന്നത്. മാത്രമല്ല ഇവരൊക്കെ യഥാർത്ഥത്തിൽ ജന്മന ദുഷ്ടന്മാരുമല്ല. അവരുടെ പവേഴ്സും സാഹചര്യങ്ങളുമാണ് അവരെ വില്ലൻസ് ആക്കിയത്. ഉദാഹരണത്തിന് നോർമൽ ഓസ്ബോൺ, അവന്റെ ഉള്ളിൽ ഗ്രീൻ ഗ്ലോബിൻ എന്ന മറ്റൊരു ദുഷ്ട പേഴ്സണാലിറ്റി രൂപപ്പെട്ടിരിക്കുകയാണ്. ഇതെല്ലാം മനസ്സിലാക്കിയ പീറ്റർ ഒരു തീരുമാനമെടുക്കുന്നു. ഇവരെ വെറുതെ അവരുടെ യൂണിവേഴ്സിലേക്ക് തിരിച്ചയക്കുന്നതിന് പകരം ആദ്യം അവരെ ക്യൂർ ചെയ്യണം. പക്ഷേ ഡോക്ടർ സ്ട്രേഞ്ചിന് അതിന് സമയമില്ല. അവൻ ഇവരെ ഉടൻ തന്നെ തിരിച്ചയക്കാനാണ് തീരുമാനിക്കുന്നത്. അതുകൊണ്ട് പീറ്റർ സ്ട്രേഞ്ചിനെ തടയാൻ തീരുമാനിക്കുന്നു. അങ്ങനെ അവർ തമ്മിൽ വലിയൊരു പോരാട്ടം തുടങ്ങുന്നു. സ്പൈഡർമാൻ വേഴ്സസ് ഡോക്ടർ സ്ട്രേഞ്ച്. അവർ തമ്മിലുള്ള പോരാട്ടം വലിയൊരു മാജിക് ബാറ്റിലായി മാറുന്നു. സ്ട്രേഞ്ച് തന്റെ ശക്തികൾ ഉപയോഗിച്ച് പീറ്ററിനെ പിടിക്കാൻ ശ്രമിക്കുമ്പോഴും പീറ്റർ തന്റെ സ്പൈഡർമാൻ അബിലിറ്റീസ് ഉപയോഗിച്ച് അവനോട് പോരാടുന്നു. അവസാനം ആരും പ്രതീക്ഷിക്കാത്ത രീതിയിൽ പീറ്റർ സ്ട്രേഞ്ചിനെ മിറർ ഡയമെൻഷനിൽ തന്നെ കൊടുക്കുന്നു. ഇനി പീറ്ററിന് തന്റെ പദ്ധതി നടപ്പാക്കാം. അവ മില്ലൻസിനെ ഓരോരാളായി ക്യൂർ ചെയ്യാൻ തുടങ്ങുന്നു. ഈ യൂണിവേഴ്സിൽ ലഭ്യമായ അഡ്വാൻസ്ഡ് സ്റ്റാർ ടെക്നോളജി ഉപയോഗിക്കുന്നതിനാൽ അത്ര ബുദ്ധിമുട്ടല്ലാതെ. പക്ഷേ അപ്പോഴാണ് എല്ലാം വീണ്ടും തകിടം പറയുന്നത്. ഗ്രീൻ ഗ്ലോബിൻ വീണ്ടും നിയന്ത്രണം ഏറ്റെടുക്കുന്നു. അവൻ ക്യൂർ ചെയ്തിരുന്ന മറ്റു വില്ലൻസിനെ വീണ്ടും അൺക്യൂർ ചെയ്യുന്നു. പിന്നെ എല്ലാവരും ചേർന്ന് വലിയൊരു ഫൈറ്റ് തുടങ്ങുന്നു. ഈ പോരാട്ടത്തിനിടയിൽ ആൻമയും പീറ്ററിനെ സഹായിക്കാൻ എത്തുന്നു. പക്ഷേ ഗ്രീൻ ഗ്ലോബിന്റെ ആക്രമണത്തിൽ അവൾക്ക് ഗുരുതരമായി പരിക്കേൽക്കുന്നു. അവസ്ഥ വളരെ മോശമായിട്ടും ആൻമ പീറ്ററോട് ഒരു കാര്യം പറയുന്നു. ആളുകളെ സഹായിക്കാൻ അവൻ ശ്രമിക്കുന്നത് തെറ്റല്ലെന്ന്. വലിയൊരു ഉത്തരവാദിത്തം അവൻ ഏറ്റെടുത്തിട്ടുണ്ടെങ്കിലും അതാണ് അവൻ ചെയ്യേണ്ടതെന്ന് അവൾ അവനെ ഓർമ്മിപ്പിക്കുന്നു. വിത്ത് ഗ്രേറ്റ് പവർ കംസ് ഗ്രേറ്റ് റെസ്പോൺസിബിലിറ്റി. പീറ്ററിന്റെ മുന്നിൽ വെച്ച് തന്നെ ആൻമയുടെ അവസ്ഥ കൂടുതൽ മോശമാകുന്നു. ഒടുവിൽ ആൻമ മരിക്കുന്നു. പീറ്ററിന് ഇത് സഹിക്കാനാകാത്ത വലിയൊരു ആഘാതമാണ്. അതേസമയം മറ്റൊരു ഭാഗത്ത് നെറ്റ് ഡോക്ടർ സ്ട്രേഞ്ചിന്റെ മാജിക് ഉപയോഗിക്കാൻ കഴിയുമെന്ന് മനസ്സിലാക്കുന്നു. അവനൊരു പോർട്ടൽ തുറക്കും. എന്നാൽ അതിലൂടെ എത്തുന്നത് അവൻ പ്രതീക്ഷിച്ചിരുന്ന പീറ്റർ അല്ല. പകരം അവിടെ പ്രത്യക്ഷപ്പെടുന്നത് ആൻഡ്രൂ ഗാർഫീൽഡ് അവതരിപ്പിച്ച ദി അമേസിംഗ് സ്പൈഡർമാൻ. ഇതോടെ കാര്യങ്ങൾ കൂടുതൽ വലുതാകുന്നു. അങ്ങനെ മറ്റൊരു പോർട്ടൽ കൂടി തുറക്കുന്നു. അവിടെ നിന്നെത്തുന്നത് ടോബി മഗ്വയർ. അങ്ങനെ 3 വ്യത്യസ്ത യൂണിവേഴ്സിൽ നിന്നുള്ള 3 സ്പൈഡർമാൻമാർ ഒരുമിച്ച് ഒന്നിക്കുന്നു. ഡോബി, ആൻഡ്രൂ, ടോം, 3 സ്പൈഡർമാൻമാരും ഒരേ സ്ഥലത്ത്. ആദ്യത്തെ സർപ്രൈസ് കഴിഞ്ഞതോടെ അവർ തമ്മിൽ ഒരു തരത്തിലുള്ള ഫ്രണ്ട്ഷിപ്പ് രൂപപ്പെടുന്നു. ഇനി 3 സ്പൈഡർമാൻമാരും ഒന്നിച്ച് വില്ലൻസിനെ നേരിടാൻ തയ്യാറെടുക്കുകയാണ്. അങ്ങനെ ട്രിപ്പിൾ സ്പൈഡർമാൻ ഫിനാലെ തുടങ്ങുന്നു. 3 സ്പൈഡർമാൻമാരും ഒരുമിച്ച് നിൽക്കുകയാണ്. ടോം ഹോളണ്ടിന്റെ സ്പൈഡർമാൻ, ആൻഡ്രൂ ഗാർഫീൽഡിന്റെ സ്പൈഡർമാൻ, ടോബി മഗ്വയറിന്റെ സ്പൈഡർമാൻ. അവർ ഒന്നിച്ച് പ്രവർത്തിച്ച് ഓരോ വില്ലൻസിനെയും ക്യൂർ ചെയ്യാൻ തുടങ്ങുന്നു. പദ്ധതി വിജയിക്കുന്നതോടെ ഡോക്ടർ സ്ട്രേഞ്ച് ഇവരെ ഓരോരുത്തരെയും അവരുടെ സ്വന്തം യൂണിവേഴ്സിലേക്ക് തിരിച്ചയക്കാൻ തയ്യാറെടുക്കുന്നു. പക്ഷേ അപ്പോഴാണ് വീണ്ടും ഗ്രീൻ ഗ്ലോബിൻ എത്തുന്നത്. അവൻ പംകിൻ ബോംബ് ഉപയോഗിച്ച് സ്പെല്ലിനെ തന്നെ ആക്രമിക്കുന്നു. സ്പെൽ വീണ്ടും നിയന്ത്രണം വിട്ടു പോകുന്നു. ഇതോടെ പീറ്ററിനും ഗ്രീൻ ഗ്ലോബിനും ഇടയിൽ അവസാനത്തെ വലിയ ഫൈറ്റും തുടങ്ങുന്നു. ആൻമയെ കൊന്നത് ഗ്രീൻ ഗ്ലോബിൻ ആണെന്ന് ഓർത്ത് പീറ്ററിന്റെ ഉള്ളിൽ ഇപ്പോഴും വലിയ ദേഷ്യമാണ്. ഈ തവണ അവനെ കൊല്ലാൻ പോലും തയ്യാറാകുന്നു. പക്ഷേ മറ്റൊരു സ്പൈഡർമാൻ അവനെ തടയുന്നു. സ്പൈഡർമാൻ ആളുകളെ കൊല്ലുന്ന ഒരാളാകട്ടെന്ന് അവൻ പീറ്ററിനെ ഓർമ്മിപ്പിക്കുന്നു. അങ്ങനെ പീറ്റർ ഗ്രീൻ ഗ്ലോബിനെ കൊല്ലുന്നതിന് പകരം അവന് ക്യൂർ നൽകുന്നു. ക്യൂർ പ്രവർത്തിച്ചപ്പോൾ നോർമൽ ഓസ്ബോൺ തിരിച്ചെത്തുന്നു. അവൻ ചെയ്ത കാര്യങ്ങളെക്കുറിച്ച് അവന് വലിയ വിഷമം തോന്നുന്നു. പക്ഷേ അതിനിടയിൽ സ്പെൽ വീണ്ടും നിയന്ത്രണം വിട്ടു. ഇപ്പോൾ പ്രശ്നം വില്ലൻസിനെ മാത്രം തിരിച്ചയക്കുന്നതല്ല, മൾട്ടിവേഴ്സ് തന്നെ തകരാൻ തുടങ്ങുന്നു. വ്യത്യസ്ത യൂണിവേഴ്സിൽ നിന്നുള്ള ആളുകൾ ഈ ലോകത്തേക്ക് കടന്നു വരാൻ തുടങ്ങുന്നു. ഇത് തടയാൻ ഡോക്ടർ സ്ട്രേഞ്ചിന് ഒരു അവസാന വഴി മാത്രമേ ഉള്ളൂ. ലോകം മുഴുവൻ സ്പൈഡർമാൻ പീറ്റർ പാർക്കർ ആണെന്ന കാര്യം മാത്രം മറക്കുന്നത് പോരാ. ഇനി എല്ലാവരും പീറ്റർ പാർക്കർ എന്ന വ്യക്തി തന്നെ ഉണ്ടായിരുന്നുവെന്ന് മറക്കണം. ഇത് കേൾക്കുമ്പോൾ പീറ്റർ തന്റെ ഏറ്റവും വലിയ സാക്രിഫൈസ് ചെയ്യാൻ തയ്യാറാകുന്നു. അങ്ങനെ അവൻ നെഡിനോടും എംജിയോടും അവസാനമായി യാത്ര പറയുകയാണ്. എന്നെ ഡോക്ടർ സ്ട്രേഞ്ച് സ്പെൽ പൂർത്തിയാക്കുന്നു. എല്ലാവരും അവരുടെ സ്വന്തം യൂണിവേഴ്സിലേക്ക് മടങ്ങുന്നു. സ്പെൽ വിജയിച്ചു. പക്ഷേ അതിന്റെ വില വളരെ വലുതാണ്. നെഡിനും എംജിക്കും ഇനി പീറ്റർ പാർക്കറിനെ കുറിച്ച് ഒന്നും ഓർമ്മയില്ല. ആദ്യത്തിൽ പീറ്റർ അവരോട് വീണ്ടും എല്ലാം പറഞ്ഞു തരാമെന്ന് കരുതുന്നു. പക്ഷേ അവരെ ദൂരത്ത് നിന്ന് കണ്ടപ്പോൾ അവൻ മറ്റൊരു കാര്യം മനസ്സിലാക്കുന്നു. അവർ ഇപ്പോൾ സന്തോഷത്തോടെ സാധാരണ ജീവിതം നയിക്കുകയാണ്. സ്പൈഡർമാൻ ഇല്ലാത്ത ജീവിതം. പീറ്റർ തീരുമാനിക്കുന്നു, അവർക്ക് എന്നെ ആവശ്യമില്ലെങ്കിൽ ഞാൻ അവരുടെ ജീവിതത്തിലേക്ക് തിരികെ പോകേണ്ടതില്ല. അങ്ങനെ പീറ്റർ അവരിൽ നിന്നും അകന്നു പോകുന്നു. പീറ്റർ പാർക്കിന്റെ ജീവിതം പൂർണ്ണമായും മാറിയിരിക്കുകയാണ്. അവനിനി സ്റ്റാർ ടെക്നോളജി ഒന്നുമില്ല. വലിയ സൂപ്പർ ഹീറോ ടീമുമില്ല. നെഡും എംജിയും പോലും അവനെ ഓർക്കുന്നില്ല. പീറ്റർ ഇനി ഒരു ചെറിയ വില കുറഞ്ഞ അപ്പാർട്ട്മെന്റിലാണ് താമസിക്കുന്നത്. പക്ഷെ ഒരു കാര്യം മാത്രം മാറിയിട്ടില്ല. അവൻ ഇപ്പോഴും തന്റെ പഴയ രീതിയിലുള്ള ഫ്രണ്ട്ലി നെയ്ബർഹുഡ് സ്പൈഡർമാൻ തന്നെയാണ്. അങ്ങനെ അവന്റെ പുതിയ ജീവിതം തുടങ്ങുന്നു. പക്ഷേ ഇനി കഥയിൽ മറ്റൊരു പ്രധാന കഥാപാത്രം കൂടി വരുന്നു. പണിഷർ. ഫ്രാങ്ക് കാസിലാണ് പണിഷർ. മറ്റ് സൂപ്പർ ഹീറോസിൽ നിന്ന് വ്യത്യസ്തമായി പണിഷർ തന്റെ വില്ലൻസിനെ വെറുതെ പിടികൂടി പോലീസിന് കൈമാറുന്ന ആളല്ല. അവൻ അവരെ കൊല്ലുന്നു. ഫ്രാങ്കിന്റെ കുടുംബം റാൻഡം ഗാങ് വയലൻസിൽ കൊല്ലപ്പെട്ടതോടെയാണ് അവന്റെ ജീവിതം മാറുന്നത്. കുടുംബത്തെ നഷ്ടപ്പെട്ടതോടെ ഫ്രാങ്ക് പണിഷർ വെച്ച് ധരിച്ച് പ്രതികാരത്തിനായി ഇറങ്ങുന്നു. അവന്റെ കുടുംബത്തിന്റെ മരണത്തിന് ഉത്തരവാദികളായ ഗാങ്സിനെ ഒന്നൊന്നായി വേട്ടയാടും.
ഒടുവിൽ തന്റെ വെഞ്ചൻസ് പൂർത്തിയായെന്ന് ഫ്രാങ്ക് കരുതുന്നു. പക്ഷേ പിന്നീട് ഒരു ഞെട്ടിക്കുന്ന സത്യം അവൻ കണ്ടെത്തുന്നു. തന്റെ കുടുംബത്തെ കൊന്ന ആ ഗാങ് ഷൂട്ടൌട്ട് യഥാർത്ഥത്തിൽ ഒരു CIA കവറപ്പായിരുന്നു. അതിലും വലിയ ഷോക്ക് എന്തെന്നാൽ ആ ആക്രമണത്തിൽ പങ്കെടുത്ത ഷൂട്ടർ മറ്റാരുമല്ല, ഫ്രാങ്കിന്റെ പഴയ ബെസ്റ്റ് ഫ്രണ്ടായ വില്ലി റൂസോ. അങ്ങനെ ഫ്രാങ്കിന്റെ ഉള്ളിലെ പ്രതികാരം വീണ്ടും ഉണരുന്നു. അവൻ വീണ്ടും പണിഷർ വെസ്റ്റ് ധരിക്കുന്നു, വില്ലി റൂസോയെ കൊല്ലുന്നു. ഇതോടെ ഫ്രാങ്കിന്റെ വെഞ്ചൻസ് വീണ്ടും പൂർത്തിയായെന്ന് തോന്നുന്നു. പക്ഷെ കഥ അവിടെയും അവസാനിക്കുന്നില്ല. ദ പണിഷർ സീസൺ 2-ൽ ഒരു വലിയ ട്വിസ്റ്റ് വരുന്നു. വില്ലി റൂസോ യഥാർത്ഥത്തിൽ ജീവനോടെ രക്ഷപ്പെട്ടിരുന്നു. അതോടെ ഫ്രാങ്കിന് വീണ്ടും ഒരേ ഒരു കാര്യം മാത്രം ബാക്കി, വൺ ലാസ്റ്റ് കിൽ. അവൻ വീണ്ടും പണിഷർ വെസ്റ്റ് ധരിക്കുന്നു. ഇത്തവണ വില്ലി റൂസോയെ എന്നേക്കുമായി അവസാനിപ്പിക്കുന്നു. ഇനി തന്റെ കുടുംബത്തിന്റെ മരണത്തിന് പ്രതികാരം ചെയ്തു കഴിഞ്ഞെന്ന് ഫ്രാങ്ക് കരുതുന്നു. പക്ഷെ പിന്നീട് ഡയർഡബിൾ ബോണഗേനിൽ ന്യൂയോർക്കിലെ സ്ഥിതിഗതികൾ വീണ്ടും മാറുന്നു. വിൽസൺ ഫിസ്ക്, അതായത് കിംബിൻ, ന്യൂയോർക്കിന്റെ മേയറായി തിരഞ്ഞെടുക്കപ്പെടുന്നു. അധികാരം കിട്ടിയ ശേഷം ഫിസ്ക് ഒരു പ്രത്യേക പോലീസ് സ്ക്വാഡ് രൂപീകരിക്കുന്നു. പേര് ആന്റി വിജിലന്റ് ടാസ്ക് ഫോഴ്സ്. പക്ഷേ ഈ സംഘത്തിന് ഒരു വിചിത്രമായ കാര്യമുണ്ട്. അവർ പണിഷർ ലോഗോ തന്നെ അവരുടെ സിംബലായി ഉപയോഗിക്കുന്നു. കാരണം ക്രിമിനൽസിനെ ഡ്യൂ പ്രോസസ് ഇല്ലാതെ കൊന്നുകളയുന്ന പണിഷറെ അവർ ഐഡോളൈസ് ചെയ്യുന്നു. പക്ഷെ ഐറൺ എന്താണെന്ന് വെച്ചാൽ പണിഷരെ അനുകരിക്കുന്നതിലൂടെ അവർ തന്നെയാണ് യഥാർത്ഥത്തിൽ ബാഡ് ഗൈസ് ആയി മാറുന്നത്. അങ്ങനെ ഫ്രാങ്ക് വീണ്ടും പണിഷർ വെസ്റ്റ് ധരിക്കുന്നു. അവന്റെ അടുത്ത ലക്ഷ്യം കിംബിൻ. ഫ്രാങ്ക് വീണ്ടും കിംബിനെതിരെ ഇറങ്ങുന്നു. അവനെ അവസാനിപ്പിക്കാനാണ് പണിഷറിന്റെ ശ്രമം. പക്ഷേ ഈ തവണ ഫ്രാങ്കിന് കിംബിനെ കൊല്ലാൻ കഴിയുന്നില്ല. പിന്നീട് ഡയർഡബിൾ ബോൺ അഗൈൻ സീസൺ 2-ൽ ഡയർഡബിൾ തന്നെ കിംബിനെ പരാജയപ്പെടുത്തുന്നു. അങ്ങനെ കിംബിന്റെ ന്യൂയോർക്ക് സിറ്റി മേയർ എന്ന അധികാരവും അവസാനിക്കുന്നു. അതിനുശേഷം ഫ്രാങ്കിന്റെ ജീവിതത്തിൽ മറ്റൊരു വലിയ ടേണിംഗ് പോയിന്റ് വരുന്നു. തന്റെ കുടുംബത്തിന്റെ മരണവുമായി ബന്ധപ്പെട്ട അവസാന ഗാങ്ങിനെയും ഫ്രാങ്ക് ഇല്ലാതാക്കുന്നു. ഇപ്പോൾ ശരിക്കും അവന്റെ വെഞ്ചൻസ് പൂർത്തിയായി. പക്ഷേ പ്രശ്നം മറ്റൊന്നാണ്. ഇനി എന്തിനു വേണ്ടിയാണ് താൻ ജീവിക്കുന്നതെന്ന് ഫ്രാങ്കിന് തന്നെ അറിയില്ല. അപ്പോഴാണ് ഒരു മൊബ് വൈഫ് ഫ്രാങ്കിനെ കൊല്ലാൻ ഹിറ്റ് കൊടുക്കുന്നത്. പിന്നെ നഗരത്തിലെ പല ഹിറ്റ്മന്മാരും ഒരുമിച്ച് ഫ്രാങ്കിന്റെ അപ്പാർട്ട്മെന്റിലേക്ക് എത്തുന്നു. ഫ്രാങ്കിന് ഇനി ഒരു വഴി മാത്രം, വൺ ലാസ്റ്റ് കിൽ. പക്ഷേ ഇത്തവണ ഒന്ന് മാത്രമല്ല, ഒരുപാട് പേരെ നേരിടേണ്ടി വരുന്നു. വലിയ ഫൈറ്റിനിടയിൽ ഫ്രാങ്ക് മറ്റൊരു കുടുംബത്തെ രക്ഷിക്കുന്നു. അപ്പോഴാണ് അവനൊരു പുതിയ കാര്യം മനസ്സിലാകുന്നത്. തന്റെ സ്വന്തം കുടുംബത്തിന് വേണ്ടി വെഞ്ചൻസ് എടുത്തു കഴിഞ്ഞു. പക്ഷേ ലോകത്ത് ഇനിയും ഒരുപാട് കുടുംബങ്ങൾ അപകടത്തിലുണ്ട്. അവരെ രക്ഷിക്കാൻ തനിക്ക് കഴിയുമല്ലോ. അങ്ങനെ ഫ്രാങ്ക് വീണ്ടും പണിഷർ വെസ്റ്റ് ധരിക്കുന്നു. ഇനി തന്റെ വെഞ്ചൻസ് ഒരു അവസാനമില്ലാത്ത ഒന്നായി മാറുന്നു. സ്വന്തം കുടുംബത്തിന് വേണ്ടി പ്രതികാരം ചെയ്യുന്നതിനു പകരം മറ്റുള്ള കുടുംബങ്ങൾക്ക് സംഭവിച്ച അനീതിക്ക് മുമ്പേ പ്രതികരിക്കുന്ന ഒരാളായി അവൻ തുടരുന്നു. അതിനിടയിൽ സ്പൈഡർമാൻ ബ്രാൻഡ് ന്യൂ ഡേന്റെ ട്രെയിലറിൽ മറ്റൊരു പ്രധാന ക്ലൂ കൂടി കാണാം. സ്പൈഡർമാൻ ഒരു കൂട്ടം മിസ്റ്റിക്കൽ നിഞ്ചാസിനോട് ഫൈറ്റ് ചെയ്യുന്നത് കാണാം. അവർ സാധാരണ ഗാങ് മെമ്പേഴ്സ് അല്ല, അവർ ദി ഹാൻഡ് ആണ്. പഴയ ഡെയർ ഡെവിളിലും ദി ഡിഫൻഡേഴ്സിലും പ്രധാന വില്ലൻസ് ആയിരുന്നു ഒരു ഡേഞ്ചറസ് ഗ്രൂപ്പ്. പക്ഷേ ബ്രാൻഡ് ന്യൂ ഡേയിൽ സ്പൈഡർമാൻ നേരിടാൻ പോകുന്നത് ഇതോടെ തീരുന്നില്ല. കാരണം മറ്റൊരു വലിയ മാർവൽ ക്യാരക്ടർ കൂടി കഥയിലേക്ക് എത്തുകയാണ്. ബ്രൂസ് ബാനർ, അതായത് ദ ഇൻക്രെഡിബിൾ ഹൾക്ക്. ബ്രൂസ് ഒരു ബ്രില്യൻ സയന്റിസ്റ്റ് ആണ്. പക്ഷേ ഒരു എക്സ്പെരിമെന്റിനിടെ അവൻ വലിയ തോതിൽ ഗാമ റേഡിയേഷൻ ഏറ്റുവാങ്ങുന്നു. അതോടെ അവന്റെ ജീവിതം എന്നേക്കുമായി മാറുന്നു. അവൻ ദേഷ്യപ്പെടുമ്പോഴൊക്കെ അവനൊരു വലിയ പച്ച നിറമുള്ള റൈസ് മോൺസ്റ്ററായി മാറുന്നു, ഹൾക്ക്. ആദ്യകാലത്ത് ഹൾക്ക് ബ്രൂസ് ബാനറിൽ തന്നെ വലിയൊരു പ്രശ്നമായിരുന്നു. അവൻ നിയന്ത്രണം നഷ്ടപ്പെട്ടാൽ ചുറ്റുമുള്ള എല്ലാവരെയും ആക്രമിക്കുമായിരുന്നു. പക്ഷേ പിന്നീട് ദി അവഞ്ചേഴ്സ് സമയത്ത് ബ്രൂസിന് ഹൾക്കിനെ കുറച്ചെങ്കിലും നിയന്ത്രിക്കാൻ കഴിയുന്നു. അവൻ പറയുന്ന ഒരു ഫേമസ് ലൈൻ ഉണ്ട്, ദാറ്റ്സ് മൈ സീക്രട്ട്, ഐ എം ആൾവേസ് ആംഗ്രി. അങ്ങനെ അവഞ്ചേഴ്സിന് ഹൾക്കിനെ വില്ലൻസിനെതിരെ ഉപയോഗിക്കാൻ കഴിയുന്നു. പിന്നീട് അവഞ്ചേഴ്സ് എൻഡ് ഗെയിം എത്തുമ്പോഴേക്കും ബ്രൂസും ഹൾക്കും തമ്മിലുള്ള പ്രശ്നങ്ങൾ ഏറെക്കുറെ പരിഹരിച്ചിരിക്കുന്നു. അവരുടെ രണ്ട് പേഴ്സണാലിറ്റീസും ഒരേ ശരീരത്തിൽ ഒരുമിച്ച് പ്രവർത്തിക്കാൻ തുടങ്ങുന്നു. അങ്ങനെ ബ്രൂസിന്റെ ഇന്റലിജൻസും ഹൾക്കിന്റെ ശക്തിയും ഒന്നിച്ചൊരു പുതിയ രൂപം രൂപപ്പെടുന്നു, സ്മാർട്ട് ഹൾക്ക്. ഇനി ഹൾക്ക് വെറും ഒരു അൺകൺട്രോളബിൾ റേസ് മോൺസ്റ്റർ അല്ല. ബ്രൂസിന്റെ ശക്തിയോടൊപ്പം ഹൾക്കിന്റെ ശക്തിയും അവൻ ഉപയോഗിക്കാം. പിന്നീട് ഷീ ഹൾക്ക് എന്ന സീരീസിൽ മറ്റൊരു കാര്യവും കാണാം. ബ്രൂസ് ഒരു പ്രത്യേക സയൻസ് റിസ്റ്റ്ബാൻഡ് ധരിക്കാൻ തുടങ്ങുന്നു. അതിന്റെ സഹായത്തോടെ അവന് മനുഷ്യരൂപത്തിൽ തന്നെ തുടരാൻ കഴിയും. അതേ സീരീസിൽ ഹൾക്കിന് ഒരു മകനുണ്ടെന്നും നമ്മൾ മനസ്സിലാക്കുന്നു. റാഗ്നറോക്ക് സമയത്ത് ഹൾക്ക് വർഷങ്ങളോളം ഒരു ഏലിയൻ പ്ലാനറ്റിൽ കഴിഞ്ഞിരുന്നു. ആ കാലഘട്ടത്തിലാണ് അവൻ ആ മകൻ ഉണ്ടായത്. ഇത് ഇനി മുന്നോട്ടുള്ള കഥയിൽ എത്രത്തോളം പ്രധാനമാകുമെന്ന് വ്യക്തമല്ല. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, ഹൾക്ക് ഇപ്പോൾ പഴയതുപോലെ പൂർണ്ണമായും നിയന്ത്രണം വിട്ട അവസ്ഥയിലല്ല. എങ്കിലും അവൻ ഇപ്പോഴും ഒരു വീക്ക്നെസ് ഉണ്ട്, സൈക്കിക് അറ്റാക്സ്. അവഞ്ചേഴ്സ് ഏജ് ഓഫ് അൾട്രോണിൽ സ്കാർലെറ്റ് വിച്ച് തന്റെ പവേഴ്സ് ഉപയോഗിച്ച് ഹൾക്കിന്റെ മൈൻഡ് കൺട്രോൾ ചെയ്തപ്പോൾ അവൻ വീണ്ടും നിയന്ത്രണം നഷ്ടപ്പെടുത്തി ഒരു വലിയ റാമ്പേജ് നടത്തിയിരുന്നു. അപ്പോൾ ഇനി ചോദ്യം ഇതാണ്, ഇത്രയും ശക്തനായ പക്ഷേ സൈക്കിക് പവേഴ്സിനോട് സസെപ്റ്റബിൾ ആയ ഹൾക്ക് സ്പൈഡർമാൻ ബ്രാൻഡ് ന്യൂ ഡേയിൽ എന്താണ് ചെയ്യാൻ പോകുന്നത്? സ്പൈഡർമാന്റെ പുതിയ ജീവിതത്തിലേക്ക് പണിഷറും ഹൾക്കും ദി ഹാൻഡും എത്തുമ്പോൾ പീറ്റർ പാക്കറിന്റെ മുന്നിൽ ഇനി എത്ര വലിയ പ്രശ്നങ്ങളാണ് വരാൻ പോകുന്നതെന്ന് കാത്തിരുന്ന് കാണാം. ഇതോടെ ബ്രാൻഡ് ന്യൂ ഡേന് മുമ്പുള്ള സ്പൈഡർമാൻ റീകവറിയുടെ അവസാനിക്കുന്നു. പീറ്റർ വീണ്ടും ഒരു സാധാരണ ഫ്രണ്ട്ലി നെയ്ബർഹുഡ് സ്പൈഡർമാനായി തുടങ്ങിയെങ്കിലും ഇനി അവന്റെ മുന്നിൽ നിൽക്കുന്നത് ഒരുപാട് വലിയ ശക്തികളും ശത്രുക്കളുമാണ്. സോ ഇതുവരെയുള്ള മൂവി റീക്കാപ്പാണ് ഞാൻ ഇത്രയും നേരം പറഞ്ഞത്. സോ നെക്സ്റ്റ് ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ സ്പൈഡർമാൻ ബ്രാൻഡ് ന്യൂ ഡേന്. അതാണ് നിങ്ങൾക്ക് ഇനി കാണാനുള്ള മൂവി. അപ്പോൾ സോ ഗൈസ്, ഈ റീക്കാപ്പ് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. സോ ഞാൻ വൈൻഡപ്പ് ചെയ്യണം. നിങ്ങൾക്ക് ഇത് ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, ബൈ.